ഹലോ, ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക വിത്ത് എങ്ങനെയാണ് സീഡ്ലിംഗ് ട്രേയിലോട്ട് നടുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം മേൽമണ്ണെടുക്കുക. മേൽമണ്ണെടുത്തിട്ട് നമ്മൾ ഒരു ബിന്നിനകത്തോ ട്രേക്കകത്തോ എന്തെല്ലാം വെച്ചിട്ട് അതിനകത്ത് നമ്മൾ 15 ദിവസം മുമ്പ് തന്നെ നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഇളക്കണം. 15 ദിവസവും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നതല്ല, വെള്ളം കുറച്ച് തളിക്കണം. അധികം വെള്ളം വേണ്ട, പുട്ടുപൊടിയുടെ രീതിയിലുള്ള നമ്മൾ തളിച്ചിട്ട് ഒന്ന് ഇളക്കിയൊന്ന് കൊടുക്കണം. അപ്പോൾ വെള്ളമായിട്ട് മിക്സ് ആവും. പെട്ടെന്ന് പ്രക്രിയയിലോട്ട് പ്രോസസ്സിങ്ങിലോട്ട് മാറും. എന്നാൽ നമ്മൾ 15 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ മണ്ണ് ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമാവരയുണ്ട് ഈ മണ്ണിനകത്ത്. ആ നിമാവര ചത്തുപോകും. പിന്നെ മണ്ണ് ന്യൂട്രലാവും. അത് മണ്ണ് ശുദ്ധമെന്ന് വെച്ചാൽ മണ്ണതൊന്നുമില്ല, വളവുമില്ല, യാതൊന്നും ഇല്ലാത്ത രീതിയിലാവും. മണ്ണ് ന്യൂട്രലായി മാറും. മണ്ണ് ശുദ്ധീകരിക്കും ഈ 15 ദിവസം കൊണ്ട്. പിന്നെ pH ലെവലിൽ മണ്ണിൻ്റെ ക്രമീകരിക്കപ്പെടും. ഈ കുമ്മായിട്ട് വെച്ചിരുന്ന അങ്ങനൊരു ഗുണങ്ങളൊക്കെ ഉണ്ട്. 15 ദിവസം നമ്മൾ കുമ്മായത്തിലിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണെടുത്ത ശേഷം നമ്മളതിനകത്ത് ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കും. നല്ലതായിരുന്നു. ചകിരിച്ചോറ് ചുമ്മാ എടുത്തിട്ട് മണ്ണിലിട്ട് മിക്സ് ആക്കരുത്. ചകിരിച്ചോറിനകത്ത് പല ചകിരിച്ചോറുണ്ട്. ചകിരിച്ചോറ് ശുദ്ധീകരിച്ച് വരുന്ന ചകിരിച്ചോറുണ്ട്, അല്ലാതെ വരുന്ന ചകിരിച്ചോറുണ്ട്. ചകിരിച്ചോറിനകത്ത് ഒരു കെമിക്കലുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ കഴുകുമ്പോഴത്തേക്ക് ഒരു ചുവന്ന കളറിലിങ്ങനെ ലായനി വരുമല്ലോ. അത് ചെടിക്ക് നല്ലതല്ല, അത്ര നല്ലതല്ല. പക്ഷെ നമ്മൾ മണ്ണിൽ വാഴയൊക്കെ വെച്ച് കൊടുക്കുന്നു, നമ്മൾ തെങ്ങും തൈ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ശേഖരിക്കാൻ വേണ്ടി സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, കാരണം അത് മണ്ണിലോട്ടങ്ങ് അടിയിലോട്ട് പോകുന്നതാണ്. അതുമാതിരിയല്ല നമ്മൾ സീഡ് ട്രേയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലായിരിക്കും എൻ്റെ പ്രക്രിയ നടക്കാൻ പോകുന്നത്. ചകിരിച്ചോറ് ഞാനൊക്കെ ഒരു 4 പ്രാവശ്യം കഴുകാറുണ്ട് സാധാരണ. ചകിരിച്ചോറ് വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയതിൻ്റെ കെമിക്കലൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നിറച്ച് കൊടുക്കുന്ന മിക്സ് ചെയ്ത് കൊടുക്കുന്നതല്ല. മണ്ണ് 15 ദിവസം ട്രീറ്റ് ചെയ്ത മണ്ണിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പം അതിനകത്ത് കൂടെ ലേശം എല്ലുപൊടിയും ലേശം വേപ്പിൻ പിണ്ണാക്കും ചേർക്കുന്ന നല്ലതായിരിക്കും. വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഈ മണ്ണിൽ പ്രതിരോധിച്ച് നിൽക്കും. ചെടി പ്രതിരോധിക്കാൻ വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ്. ഈ കഴിയുന്നതും ഇങ്ങനെയുള്ള കീടങ്ങളൊന്നും ചെടി ആക്രമിക്കാതെ വേപ്പിൻ പിണ്ണാക്ക് നല്ലപോലെ പിടിച്ച് നിർത്തിക്കൊള്ളും അതിനകത്ത്. പിന്നെ എല്ലുപൊടി ചേർക്കുന്ന എല്ലുപൊടിക്കകത്ത് കാൽസ്യം ഉണ്ട്, പിന്നെ ഫോസ്ഫറസും ഉണ്ട്. അതുകൊണ്ട് ആ വേരൊക്കെ നല്ലപോലെ വികസിച്ച് വളരാൻ എളുപ്പമായി സഹായിക്കും ഈ എല്ലുപൊടി. അത് കഴിഞ്ഞ് നമുക്ക് ലേശം കമ്പോസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ ഇഷ്ടക്കണക്ക് നമ്മുടെ കയ്യിലുള്ളതുമാതിരി കമ്പോസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതെല്ലാം ചേർത്ത്, അതായത് നമ്മൾ 15 ദിവസം ട്രീറ്റ് ചെയ്ത മണ്ണ് സാധാരണ ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്ത മണ്ണെടുത്ത് അതിനകത്ത് ഈ പറഞ്ഞ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ. കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇതൊക്കെ നമ്മൾ ചകിരിച്ചോറിൽ ചേർത്ത് കൊടുക്കുമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ എടുത്ത് ഉപയോഗിക്കരുത്. അതൊരു 5 ദിവസം വെക്കണം. എന്നാൽ ഇതെല്ലാം പിടിക്കത്തുള്ളൂ. ന്യൂട്രലായ മണ്ണിൽ ഇതെല്ലാം പിടിക്കണമെങ്കിൽ ഒരു 4 ദിവസമെങ്കിലും വെക്കണം. ചുമ്മാ വെച്ചേക്കണം. ചെറുതായിട്ട് നനച്ചൊന്ന് കുഴമായിരുന്നു. കൂടുതൽ വെള്ളം ചേർക്കരുത്. കുറച്ച് പുട്ടിനെടുക്കുന്ന മാതിരി ഒന്ന് കുഴച്ച് കൊടുക്കുന്ന നല്ലതായിരുന്നു. അതിനിപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ തന്നെ അവിയൽ വെക്കുന്നു. നമ്മൾ കഴിക്കാൻ വേണ്ടി അവിയൽ വെക്കുന്നു. അവിയൽ വെച്ചിട്ട് ഉടനെ 1 മണിക്കൂറിന് നമ്മളത് വിളമ്പുവാണല്ലോ. ചൂടോടെ വിളമ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിടിക്കത്തില്ലല്ലോ കറക്റ്റായിട്ട്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെടുത്തിട്ട് നമ്മൾ സെർവ് ചെയ്തേ അത് നല്ല ഒരു ടേസ്റ്റാക്കി പിടിക്കും. അതുപോലെ തന്നെ നോൺ വെജ് ആണെങ്കിൽ നമ്മളത് ഉണ്ടാക്കിയ പാടെ അത് സെർവ് ചെയ്യുന്നത് നല്ലത്. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേറ്റിൽ സെർവ് ചെയ്ത് നോക്കിയേ അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് മണ്ണ് പിടിച്ചത് ഇതാകാൻ വേണ്ടി ഒരു 1-2-3 ദിവസമെങ്കിലും എടുക്കും. ഞാൻ 4 ദിവസം സാറിന് വയ്ക്കാറില്ല. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബെറ്ററായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുരു വെച്ച് കൊടുക്കുന്ന നല്ലതായിരുന്നു ഈ വെണ്ടയ്ക്കയുടെ. ഇപ്പം ഞാൻ വെണ്ടയ്ക്കയുടെയാണ് എടുത്തിരിക്കുന്നു. വെണ്ടയ്ക്കയുടെ കുരു ഇതിനകത്ത് സ്റ്റഫ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരുന്നു. പിന്നെ ഏത് തൈ റീപ്ലാന്റ് ചെയ്യുമ്പം മാറ്റി നടുമ്പോഴും ചെറിയ തൈകൾ പറിച്ച് നടുമ്പോഴും മണ്ണിലോട്ട് നടുമ്പോഴും അല്ലെങ്കിൽ ഇതുമാതിരി നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുരുവില്ലേ ഇതിൻ്റെ സീഡ്സൊക്കെ നമ്മൾ പ്ലാന്റ് ചെയ്യാൻ എടുക്കുമ്പോഴും നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സൂഡോമോണസ് ലായനി തയ്യാറാക്കി അതിനകത്ത് വെച്ച് കൊടുക്കുന്ന നല്ലതായിരുന്നു.
സൂഡോമോണസ് 2-3 മണിക്കൂർ വെച്ച് ഒരു കുഴപ്പം വരില്ല, നല്ലതായിരിക്കും. അപ്പം നല്ല ഊർജ്ജസ്വലതയോടെ വളരുകയും ചെയ്യത്. അപ്പം നല്ല കരുത്തോടെ വളരും, പ്രതിരോധിച്ച് നിൽക്കുക. എന്ത് അസുഖങ്ങളൊക്കെ ഉണ്ട്, വാട്ടരോഗങ്ങളും മറ്റുള്ളത് വരത്തില്ല. ഇത് നമുക്ക് ഇതിനകത്തോട്ട് നടാൻ വെച്ച് സ്റ്റഫ് ചെയ്ത് വെച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇതിനകത്ത് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ച് കൊടുക്കുവാണ്. അത് വളർന്നൊരു കുറച്ച് ദിവസം എടുക്കും. അത് കഴിയുമ്പം വളർന്നു കഴിയുമ്പം നമുക്ക് റീപ്ലാന്റ് ചെയ്യാം, എങ്ങോട്ടെങ്കിലും റീപ്ലാന്റ് ചെയ്യാമെന്നുള്ളൂ. എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി നടുകയോ ചെയ്യാം നമുക്ക്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ സീഡ്സ് എല്ലാം പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞതിനകത്ത് ഇത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നനയ്ക്കാൻ നേരത്തെ ഇപ്പം വെള്ളം ഒഴിക്കുന്നതിനും സൂഡോമോണസ് ലായനി എടുത്ത് ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും. എല്ലാ 10 ദിവസം തോറും വേണമെങ്കിൽ നമ്മൾ സൂഡോമോണസ് ലായനിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് വളർന്നു വന്നോളൂ. അത് നമ്മൾ റീപ്ലാന്റ് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ, നമ്മൾ ആ പാകം അനുസരിച്ചിട്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.